ഹലോ, വെൽക്കം ടു മൈ ചാനൽ ടിങ്കർ സ്പ്രൗട്ട്. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ക്രോഷേ ബോയ് ആണ്. ഞാനിവിടെ എടുത്തിരിക്കുന്ന യാൺ ഓസ്വാളിന്റെ വൂളൻ യാണാണ്. ഫസ്റ്റിലെ തന്നെ ഒരു സ്ലിപ്പ് നോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിൽ നിന്ന് നമ്മൾ 63 ചെയിൻസ് ആണ് ചെയ്തെടുക്കുന്നത്. നമ്മളിപ്പോൾ 63 ചെയിൻസ് ചെയ്തെടുത്തിട്ടുണ്ട്. ആദ്യത്തെ 6 ചെയിൻസിലേക്ക് നമുക്ക് ഹാഫ് ഡബിൾ ക്രോഷേ ചെയ്ത് കൊടുക്കാം. ആറ് ഹാഫ് ഡബിൾ ക്രോഷേ ചെയ്തതിന് ശേഷം നെക്സ്റ്റ് വരുന്ന 6 ചെയിൻസിലേക്ക് നമ്മൾ സ്ലിപ്പ് സ്റ്റിച്ച് ആണ് ചെയ്ത് കൊടുക്കുന്നത്. ആറ് സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്തതിന് ശേഷം നെക്സ്റ്റ് വരുന്ന 16 ചെയിൻസിലേക്ക് നമ്മൾ ഹാഫ് ഡബിൾ ക്രോഷേ ആണ് ചെയ്ത് കൊടുക്കുന്നത്. പതിനാറ് ഹാഫ് ഡബിൾ ക്രോഷേ ചെയ്തതിന് ശേഷം നമ്മൾ അഗെയിൻ 6 സ്ലിപ്പ് സ്റ്റിച്ച് ആണ് ചെയ്ത് കൊടുക്കുന്നത്. സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്തതിന് ശേഷം നമുക്ക് വീണ്ടും 16 ഹാഫ് ഡബിൾ ക്രോഷേ ചെയ്ത് കൊടുക്കാം. ഈ 16 ഹാഫ് ഡബിൾ ക്രോഷേ ചെയ്യുന്ന ഈ ഒരു പോർഷൻ ആണ് ഇതിന്റെ ടോപ്പ് പോർഷനായിട്ട് വരുന്ന ആ ബോഡി പാർട്ട്. നമ്മൾ 6 ഡബിൾ ക്രോഷേ ചെയ്ത് കൊടുത്തതാണ് അതിന്റെ ടെയിൽ പോർഷനായിട്ട് വരുന്നത്. അഗൈൻ 16 ഹാഫ് ഡബിൾ ക്രോഷേ ചെയ്തതിനു ശേഷം വീണ്ടും നമുക്ക് 6 സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം വീണ്ടും 6 ഹാഫ് ഡബിൾ ക്രോഷേ ആണ് നമ്മൾ ചെയ്ത് കൊടുക്കുന്നത്. ഇത്രയും ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ ബേസ് കാണാൻ എങ്ങനെയാണ് ഉണ്ടാവുക. ഇനി ഒരു ചേഞ്ച് ചെയ്ത് നമുക്ക് വർക്ക് ടേൺ ചെയ്ത് കൊടുക്കാം. നമ്മൾ സെക്കൻഡ് റോയും തേർഡ് റോയും ചെയ്യാൻ പോകുന്നത് ബാക്ക് ലൂപ്പിലേക്കാണ്. ഫസ്റ്റ് റോയുടെ സെയിം പാറ്റേൺ ആണ് നമ്മൾ സെക്കൻഡ് റോയിലും തേർഡ് റോയിലും യൂസ് ചെയ്യുന്നത്. പക്ഷെ നമ്മൾ വർക്ക് ചെയ്യുന്നത് ബാക്ക് ലൂപ്പിലാണെന്ന് മാത്രമേ ഉള്ളൂ. സെയിം പാറ്റേൺ യൂസ് ചെയ്യുന്നതുകൊണ്ട് തന്നെ ഞാൻ വീണ്ടും വീഡിയോ വെക്കുന്നില്ല. ഞാൻ ടോട്ടല് 3 റോയാണ് ചെയ്തിരിക്കുന്നത്. നിങ്ങൾക്ക് കുറച്ചും കൂടെ വീതി വേണമെന്നുണ്ടെങ്കിൽ 4 5 ഒക്കെ ആക്കാം കേട്ടോ. അതിലൊന്നും ഒരു കുഴപ്പമില്ല. അതിൽ കൂടുതൽ തിക്നെസ് പോവാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ബോയിന്റെ ലെങ്ത്തും കൂടെ കൂട്ടേണ്ടതായിട്ട് വരുന്നുണ്ട്. 3 റോ ചെയ്തതിന് ശേഷം ലാസ്റ്റ് ഞാനൊരു സ്ലിപ്പ് നോട്ട് ഇട്ട് ക്ലോസ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഹുക്ക് യൂസ് ചെയ്ത് തന്നെ ഞാൻ എക്സ്ട്രാ കിടക്കുന്ന ആ യാൺ ഒന്ന് ഹൈഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇത്രയും ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ ബോയിന്റെ ബേസ് ഇങ്ങനെ കിട്ടും. അതിനുശേഷം വീഡിയോയിൽ കാണുന്ന പോലെ തന്നെ നിങ്ങൾ ഫോൾഡ് ചെയ്യുക. എന്നിട്ട് വർക്ക് ചെയ്യാനെടുത്ത സെയിം യാൺ തന്നെ യൂസ് ചെയ്തിട്ട് ഒന്ന് ടൈ ചെയ്ത് കൊടുക്കുക. ഇത്രയും ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ ബോയിന്റെ ലുക്ക് കംപ്ലീറ്റ് ആയി. ഇതാണ് നമ്മുടെ ബോയുടെ ഫൈനൽ ലുക്ക് വരുന്നത്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഇല്ലോ എന്നുള്ളത് കമന്റിൽ പറയാൻ മറക്കണ്ട. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കണ്ട. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ ബൈ.